ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ബർത്ത്ഡേ പ്രിപ്പറേഷൻസിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്ക് ഇപ്പോൾ 12 വയസ്സായി. അപ്പോൾ അവളുടെ ബർത്ത്ഡേ എങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്തു എന്ന് ഉള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബർത്ത്ഡേ പാർട്ടീൻ്റെ മെയിൻ തിങ് എന്താണ്? ഗസ്റ്റ് അല്ലെ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തത് എൻ്റെ ഡയറി എടുത്ത് എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്തു. കാരണം എനിക്കിത് സക്സസ്ഫുൾ ആക്കണം. അപ്പൊ ആരൊക്കെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്തത്? അധികവും കുട്ടികളാണ് കേട്ടോ. അപ്പൊ അവരുടെ എല്ലാം പേരും ഫോൺ നമ്പേഴ്സും ഞാൻ എഴുതി വെച്ചു. എന്നിട്ട് അവരുടെ പാരൻസിനെ വിളിക്കാൻ തുടങ്ങി. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ആദ്യം ഗസ്റ്റുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം അടുത്തതാണ് നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റ്സ്. അപ്പോൾ നമ്മൾ വരുന്ന കുട്ടികൾ അവര് സെലിബ്രേറ്റ് എല്ലാം ചെയ്തു പോകുമ്പോൾ നമുക്ക് അവർക്ക് നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ഗിഫ്റ്റും കൊടുക്കണം അല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിട്ടേൺ ഗിഫ്റ്റിന്റെ കാര്യത്തിലും ഞാൻ തീരുമാനം എടുത്തു. പിന്നെ നെക്സ്റ്റ് ആണ് ഹാള്, വെന്യൂ, അതായത് വെന്യൂ. അപ്പോൾ അത് ഞാനൊരു ഹാള് ബുക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റ്. നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റിലേക്ക് വരാം. അപ്പോൾ ഇത് ഞാൻ സുഡിയോന്ന് വാങ്ങിയ കുറച്ച് ക്ലിപ്സ് ആണ് കേട്ടോ. കാരണം എല്ലാവരും 12, 13 വയസ്സിന് മേലുള്ള കുട്ടികളാണ്. ഇനിയിപ്പോ അവര് സാധാരണ ഞാൻ പെൻസില്, സ്റ്റേഷനറീസ് ഒക്കെയാണ് വാങ്ങിക്കുക. ഇനിയിപ്പോ അതിലൊന്നും കയ്യിൽ നിൽക്കില്ല. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് ഇന്നോവേറ്റീവ് ആയിരിക്കും, അവർക്ക് ഇഷ്ടമായിരിക്കും. അപ്പൊ ഇത് ഫുള്ള് ഞാൻ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് അവർക്ക് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പൊ റിട്ടേൺ ഗിഫ്റ്റ് എപ്പോഴും ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് മസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇനി അടുത്തതാണ് പ്ലേസ്. എവിടെ വെച്ചിട്ടാണ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുക, എന്തൊക്കെ ഫുഡാണ് എന്നുള്ളത്. അപ്പോൾ പിന്നെ കേക്ക്, അതും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ പ്ലേസ്, അതായത് ഹാള് ഞാൻ ഏകദേശം ബുക്ക് ചെയ്തു. ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു ഹാളാണ്. ഫുഡും അവർ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ബർത്ത്ഡേന്റെ സെലിബ്രേഷൻസിന്റെ ഇതെല്ലാം അവരെന്നെ ഏറ്റെടുത്ത് ചെയ്തു കേട്ടോ. എല്ലാം ആ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പൊ അതെല്ലാം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല കേക്ക് ഓർഡർ ചെയ്തു. ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട് കേക്ക്. അപ്പൊ അതും ഓർഡർ ചെയ്തു. അപ്പൊ അതും അങ്ങനെ റെഡിയായി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് വന്ന ഗിഫ്റ്റ്സ് നോക്കാം. അപ്പൊ ഗിഫ്റ്റ്സ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോ ഇത് ഫസ്റ്റ് വന്നത് നമ്മുടെ മിനിസോയിൽ ഇരുന്നാണ്. ഒരു സ്ലീപ്പിംഗ് പാഡും പിന്നെ അതുപോലെ തന്നെ വാനില സ്ക്രബ്, ബോഡി സ്ക്രബും പിന്നെ അതുപോലെ തന്നെ ഒരു ലിപ്പ് ഓയിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികവും നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ്. പിന്നെ ഇത് മറ്റേ സാനിറ്റൈസർ, ക്യൂട്ടാണോ നോക്കിക്കേ, നല്ല അടിപൊളി സാനിറ്റൈസറും തന്നു കേട്ടോ അവര്. അപ്പോൾ ഈ ഗിഫ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ വാനിലേന്റെ സ്ക്രബ് ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്മെല്ലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ്. എന്റെ മോൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഏജ് ഗ്രൂപ്പിലുള്ള അതായത് കുട്ടികൾക്ക് ഫ്രം 10 വളരെയധികം to ഇഷ്ടപ്പെടും. 15. നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഇനി അടുത്തത് ലിപ്പ് ഓയിൽ. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ട്രൈ ചെയ്യാതെ എനിക്ക് യാതൊരു മനസ്സമാധാനവും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നല്ല ഒരു ലിപ്പ് ഷെയ്ഡാണ്. അപ്പോൾ ആക്ച്വലി ഇത് ലിപ്പ് ഓയിലാണ്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ യൂസിനൊക്കെ പോകുമ്പോൾ, സാധാരണ നമ്മൾ പോകുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നു. അപ്പോൾ ഇതും എനിക്കിഷ്ടപ്പെട്ടു. ഫസ്റ്റത്തെ ഗിഫ്റ്റ് അടിപൊളി. ഇനി നമുക്ക് സെക്കൻഡ് ഗിഫ്റ്റ് നോക്കാം. അപ്പോൾ സെക്കൻഡ് ഗിഫ്റ്റിൽ സുഡിയോയിലുള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഒരു നല്ല പെർഫ്യൂം, ഒരു നല്ല ലാവൻഡർ കളറിലുള്ള നല്ലൊരു പെർഫ്യൂം, പിന്നെ ഒരു ചെറിയ ചെയിൻ, അത് കുട്ടികൾക്കൊക്കെ പറ്റിയ, അതും ലാവൻഡർ കളറിൽ ഉള്ളത് തന്നെ. അപ്പോൾ ആ ഒരു ചെയിന്. അപ്പോൾ ഇതും നന്നായിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സുഡിയോന്നൊക്കെ കുറേ ഗിഫ്റ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നെക്സ്റ്റ് ഗിഫ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് ഒരു നൈറ്റ് ലാമ്പ് കൈൻഡ് ഓഫ് തിങ്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതായത് ഒരു കിറ്റി ഉറങ്ങുന്നത് പോലെ. അതായത് നമ്മുടെ ബെഡ്റൂമിലെ സൈഡ് ടേബിളിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ടൈപ്പ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തോട്ട്.
പൗച്ചാണോ എന്താ ഇതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ട്ടോ. അപ്പോൾ പിന്നെ അത്. പിന്നെ ദാ ഇത് ഫുൾ ഒരു സെറ്റ് ഓഫ് നമ്മുടെ മുടിയിലൊക്കെ ടൈ ചെയ്യുന്ന ഹെയർ ബാൻഡ്സ്. കൊള്ളാം. വളരെ നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ്. ഇറ്റ്സ് ഫ്രം സുഡിയോ. ഇറ്റ് ഈസ് നൈസ്. ഇനി അടുത്തത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു ലാമ്പ് ഒരു ടേബിൾ ലാമ്പ് പോലത്തെ സംഭവമാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തോട്ട് ട്ടോ. എവിടുന്നാണോ ഇവരിതൊക്കെ വാങ്ങുന്നത് എനിക്കറിയില്ല. ബട്ട് സോ ക്യൂട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കിറ്റി ഉറങ്ങുന്ന പോലത്തെ നല്ല ഒരു ബെഡ് ലാമ്പ്. ഇറ്റ് ഈസ് സോ ക്യൂട്ട്. അപ്പോൾ ഇങ്ങനത്തതൊക്കെ ഈ പിള്ളേർക്ക് വളരെയധികം ഇഷ്ടപ്പെടും ട്ടോ. എന്തൊക്കെ ഇന്നോവേറ്റീവ് ഗിഫ്റ്റ്സ് ആണെന്ന് നോക്കിക്കേ. അപ്പോൾ ഇനി ഇത് ഫുള്ള് ഹെയർ ക്ലിപ്സ് ആണ്. ഹെയർ ക്ലിപ്സിൻ്റെ ഒരു ബോക്സ്. അപ്പോൾ പല ടൈപ്പ് ഹെയർ ക്ലിപ്സ്, പല ഷെയ്ഡിലുള്ളത് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സാണ്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ പല നല്ല കളേഴ്സ്, ബ്ലാക്ക്, ബ്രൗണ് എല്ലാം അങ്ങനത്തെ കളേഴ്സാണ് കേട്ടോ. പിന്നെ ക്രീം കളറ്. അപ്പോൾ ഈ ഗിഫ്റ്റും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗേൾസിനൊക്കെ സ്യൂട്ടബിൾ ആവുന്ന. അപ്പോൾ ഇനി അടുത്തതും ഒരു മിനിസോ ആണ്. മിനിസോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് നല്ല ക്യൂട്ട് പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റ് ബോക്സ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. അപ്പോൾ ഇത് മറ്റേ സിപ്പർ കൈൻഡ് ഓഫ് ബോട്ടിൽ, നല്ല അത്യാവശ്യം വലുപ്പമുള്ള BTSൻ്റെ BT21ൻ്റെ തീമിലുള്ള ഒരു അടിപൊളി ബോട്ടിലാണ്. നല്ല കളർഫുള്ളാണ്. വീഡിയോനെക്കാട്ടും ഒരുപാട് ഭംഗിയുണ്ട് കാണാനായിട്ട്. ശരിക്കും നേരിൽ കാണുമ്പോഴാണ് അതിൻ്റെ കളർ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതും ഉണ്ട് കേട്ടോ. അടുത്തത് ഒരു സിപ്പർ കൈൻഡ് ഓഫ് തിങ്, ഗ്ലാസിൻ്റെ. അതായത് നമുക്ക് കോൾഡ് കോഫി, സ്മൂത്തീസ് ഒക്കെ കുടിക്കാൻ പറ്റിയ ഗ്ലാസിൻ്റെ ടൈപ്പ് സിപ്പർ കൈൻഡ് ഓഫ് തിങ്. അതിൻ്റെ കൂടെ സ്ട്രോയും ഉണ്ട്. നല്ല ക്വാളിറ്റി കേട്ടോ, ഗ്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് ആകുമ്പോഴാണ് ഉപയോഗിക്കാനൊരു മടി പോലെ. ഇനി അടുത്തത് ഇതിലെന്താന്ന് നോക്കാം. ഇതിൽ ഫുള്ള് നമ്മുടെ റൈറ്റിംഗ് തിങ്സ്, അതായത് പെൻസിൽ, ഗം. അത് ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. പിന്നെ ഇതാ പെയിൻറ്റിങ് ബ്രഷിൻ്റെ സെറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഇനി അടുത്തത് ആരോ ഗിഫ്റ്റായി തന്ന നല്ല സ്മോൾ ക്യൂട്ട് ബാഗ്. ഇതും നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്തോ ഒരു ഗെയിം കളിക്കുന്ന പോലത്തെ സം കൈൻഡ് ഓഫ് ഗെയിം ഉള്ളി. അപ്പോൾ അതാരോ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തതിൽ ദാ ഇനിയും സുഡിയോൻ്റെ പ്രോഡക്റ്റ്സ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെയിന്. പിന്നെ അതുപോലെ തന്നെ സെയിം ആ പിങ്ക് കളറിലെ ഫ്ലവറും ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചെയിനാന്ന് തോന്നുന്നു. 2 ടൈം ഗിഫ്റ്റായിട്ട് വന്നു. പിന്നെ അടുത്തത് അതാ ക്യൂട്ട് നെയിൽസ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന പല ടൈപ്പ് നെയിൽസ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ്സ് ആണ് കേട്ടോ എല്ലാം. ഇനി ഇത് കാരമൽ ഡ്രിപ്പ് എന്ന് പറഞ്ഞ ഫ്ലേവറിലുള്ള പെർഫ്യൂം. എല്ലാം സൂപ്പർബ് ഗിഫ്റ്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗിഫ്റ്റ്സ്. നെക്സ്റ്റ് ഒരു വാഷ് ബാഗിൻ്റെ സെറ്റ്. അതിൻ്റെ അകത്തൊരു പെർഫ്യൂം വേറെ ഉണ്ട്. അപ്പോൾ ഇതിൽ 3 സെറ്റ്സ് ആണുള്ളത്. 3 സെറ്റ്സ് ഓഫ് ബാഗ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ബാഗ്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ വാഷ് ബാഗ്, അതായത് നമ്മുടെ ഫേസ് വാഷ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയ നല്ല ബാഗ്സ്. പിന്നെ ഇതാ എൻഗേജിൻ്റെ ഒരു പെർഫ്യൂം ഉണ്ട്. ഇനി അടുത്തത് ഈ ബാഗിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ശരിക്കും ഒരു കുട്ടിയായിട്ട് ഞാൻ മാറിയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഗിഫ്റ്റ്സ് ഓപ്പൺ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ. കാരണം എൻ്റെ ചൈൽഡ്ഹുഡിൽ ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആരെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരിക അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി അടുത്തത് ഇതാ ബെല്ല വിറ്റേൻ്റെ നല്ലൊരു പെർഫ്യൂമിൻ്റെ സെറ്റ്. പിന്നെ ഷുഗർ പോപ്പിൻ്റെ നെയിൽ പെയിൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ജേർണലിംഗ് കിറ്റ്. ശരിക്കും ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, അയ്യോ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇങ്ങനെ കാർഡ്സ്, ബുക്സ് എല്ലാം.
അപ്പം നമ്മൾക്കൊന്നും അങ്ങനെ ഒരു ഓപ്ഷനേ ഉണ്ടായിട്ടില്ല ഞാൻ ചെറുതാകുമ്പോൾ. പക്ഷേ ഇപ്പം നോക്കൂ, ഇതിൻ്റെ കൂടെ ഒരു ഡയറി ഉണ്ട്. ഇതെല്ലാം ആ, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ട്ടോ. പിന്നെ ഇതാ പല പല ടൈപ്പ് ബട്ടർഫ്ലൈസിൻ്റെ ബുക്ക് മാർക്സ്, സ്റ്റിക്കേഴ്സ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ട്ടോ. അപ്പോൾ അവർക്ക് പ്രോജക്റ്റിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ്സ് കൊടുക്കുമ്പോൾ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള, അപ്പോൾ ഇങ്ങനത്തെയൊക്കെ എനിക്ക് പണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു ട്ടോ. നമ്മൾക്കൊരു കാലം ഇല്ലായിരുന്നോ പണ്ട് ബുക്കിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സൊക്കെ എടുത്ത് വെക്കുക. അതിന് തന്നെ പാരൻറ്റ്സ് സമ്മതിക്കില്ലായിരുന്നു, അങ്ങനത്തതൊക്കെ നമ്മൾ എടുത്ത് വെച്ചാൽ തന്നെ. അപ്പോൾ ഇപ്പൊക്കെ നോക്കൂ എന്തൊക്കെ ഓപ്ഷനാണ് അവർക്കുള്ളത് എന്നുള്ളത്, എന്തൊക്കെ സാധനങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമുക്ക് ഇന്നോവേറ്റീവായിട്ട് ആ ബുക്കിൽ സ്റ്റിക്ക് ചെയ്യാം. പിന്നെ ഇതാ കണ്ടോ ഇങ്ങനത്തെ പേപ്പേഴ്സ് കുറേ, അപ്പോൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ നോട്ട് പേപ്പർ, അങ്ങനെ കുറേ ഐറ്റംസ് ഇതിലുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ പിടിച്ചിരുത്താൻ പറ്റിയത് ഇതെല്ലാം സ്റ്റിക്കേഴ്സ് ആണെന്നാണ് തോന്നുന്നത്. കണ്ടോ പല പല ടൈപ്പ് ബുക്ക് മാർക്സോ സ്റ്റിക്കേഴ്സോ അങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇന്നോവേറ്റീവായിട്ട് ആ ബുക്സിൽ ഒട്ടിക്കാം. ട്രാൻസ്പാരൻറ്റ് ടൈപ്പ് ഓഫ് കുറേ കളർഫുൾ ബട്ടർഫ്ലൈസ്, അങ്ങനെ കുറേ പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. എന്തോ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തേതെല്ലാം. അപ്പോൾ എനിവേയ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക. എൻ്റെ ചാനൽ എസ്പെഷ്യലി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ട്സുമായിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ 2 ടേപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. കുറേ ബട്ടർഫ്ലൈസിൻ്റെ